കാഞ്ഞിരപ്പള്ളിയിൽ സഹോദരനെയും അമ്മാവനെയും വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ജോർജ് കുര്യന് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. കോട്ടയം സെഷൻസ് കോടതിയാണ് ഇരട്ട കൊലപാതകത്തിൽ ശിക്ഷ വിധിച്ചത്. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി ഉത്തരവിട്ടു. IPC 302 കൊലപാതകത്തിനാണ് ഇരട്ട ജീവപര്യന്തം വിധിച്ചത്. ഭവനവേതനത്തിന് 6 വർഷവും ആയുധം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയതിന് 2 വർഷവും ആംസ് ആക്ട് 30 പ്രകാരം 3 മാസവും ശിക്ഷ അനുഭവിക്കണം. ഇരകളുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി വിധിച്ചിട്ടുണ്ട്. ശിക്ഷകൾ വെവ്വേറെ അനുഭവിക്കണമെന്നും വിധിയിൽ പറയുന്നു. ബാലിസ്റ്റിക് എക്സ്പേർട്ടിൻ്റെ എവിഡൻസ് ഒക്കെ ഇത്ര പ്രാധാന്യമുണ്ടെന്ന് തന്നെ നമ്മൾ അറിയുന്നത് അദ്ദേഹത്തെ വിസ്തരിക്കുമ്പോഴാണ്. കാരണം അവരുടെ എവിഡൻസ് ഫിംഗർ പ്രിൻ്റ് പോലെയുള്ള എവിഡൻസാണ്. അദ്ദേഹത്തിൻ്റെ എവിഡൻസ് വളരെ ഒരു ഗുണം ചെയ്തു ഈ കേസ്. കാരണം ഈ തോക്കിൽ നിന്ന് തന്നെയാണ് ഈ തോക്ക് കൊണ്ടല്ലാതെ വേറൊരു തോക്ക് കൊണ്ടും ഈ വെടിവെക്കാൻ പറ്റുക എന്ന് അദ്ദേഹം കണ്ടു. പ്രധാന സാക്ഷികളടക്കം കൂറുമാറിയ കേസിൽ ബാലിസ്റ്റിക് റിപ്പോർട്ട് അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമായത്. ഹൈദരാബാദിൽ കൊണ്ടുപോയി അത് പരിശോധന നടത്തി റിസൾട്ട് എടുക്കാനൊക്കെ ആ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അത് നമ്മുടെ പോലീസിൻ്റെ ടീം തന്നെയാണ്. 1.5 വർഷം നീണ്ട വിചാരണ നടപടികൾക്കൊടുവിലാണ് കോട്ടയം സെഷൻസ് കോടതി വിധി പറഞ്ഞത്. 2022 മാർച്ച് 7-നായിരുന്നു സഹോദരനായ രഞ്ജു കുര്യനെയും മാതൃ സഹോദരൻ മാത്യൂസ് കറിയെയും പ്രതി ജോർജ് കുര്യൻ കൊലപ്പെടുത്തിയത്. സ്വത്ത് തർക്കത്തിന്റെ പേരിലായിരുന്നു കൊലപാതകം. 15 സെന്റിന്റെ പേരിൽ നടന്ന ഒരു തർക്കമാണ് രണ്ടുപേരുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. വധശിക്ഷ ലഭിക്കുമെന്ന് പ്രോസിക്യൂഷൻ കരുതിയിരുന്നെങ്കിലും അതുണ്ടായില്ല. എങ്കിലും നിലവിലെ വിധിയിൽ തൃപ്തരാണ് പ്രോസിക്യൂഷൻ. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24.